ഹലോ, ഞങ്ങളൊരു യാത്ര പോകാൻ തീരുമാനിച്ചു. ഞാനും ഡൽമിയും കൊച്ചും അപ്പനമ്മയൊക്കെ ഉണ്ട്. ഇവിടെ നിന്നൊരു 4-4.5 മണിക്കൂർ ദൂരമുണ്ട്. റൊട്രുവ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് യാത്ര. ഞങ്ങളങ്ങനെ രാവിലെ ഒരു 8 മണിയോടുകൂടി യാത്ര സ്റ്റാർട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്തു. പക്ഷേ ഒരു 8:45 ഇറങ്ങിയപ്പോൾ അങ്ങനെ യാത്രയൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ഓൺ ദ വേ വർത്താനൊക്കെ പറഞ്ഞ് കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ പോയിരുന്നു. ഏതൻ ആ സമയത്ത് ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്ന സമയമായിരുന്നു. ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് പിന്നെ ആൾ പുറത്തെ കാഴ്ച ഇരിക്കുകയായിരുന്നു. ഞങ്ങളപ്പോൾ എന്ത് ചെയ്തു, ഒരു സ്ഥലത്ത് ഒരു സീനറി കാണാനായിട്ടൊക്കെ വണ്ടി നിർത്തി. ഒരു നല്ല വ്യൂ പോയിൻ്റ് ആയിരുന്നു. അപ്പോൾ അവിടെ കുറച്ച് നേരം വണ്ടി നിർത്തി. അത്ര അധികം തണുപ്പൊന്നും ഉണ്ടായിരുന്നില്ല, ഒരു ചെറിയ തണുപ്പേ ഉണ്ടായിരുന്നുള്ളൂ. അമ്മ വീട്ടിലിടുന്ന റോബിട്ടാണ് പുറത്തിറങ്ങിയത്. അതിതീവ്ര തണുപ്പ് പ്രതീക്ഷിച്ച ആൾ റോബൊക്കെ എടുത്താണ് ഇറങ്ങിയത്. അപ്പോൾ ന്യൂസിലാൻഡിൻ്റെ ബ്യൂട്ടി കണ്ടിട്ട് ആൾക്ക് തന്നെ അതിശയായി. കാരണം അവർ വേറൊരു ലോങ് ട്രിപ്പൊന്നും പോയിട്ടില്ല. ഇതൊക്കെ ഒറിജിനൽ തന്നെയാണോ എന്ന് തന്നെ അവർക്ക് സംശയമായി. ഈ പച്ചപ്പും കാര്യങ്ങളൊക്കെ നാച്ചുറലായിട്ടുള്ള പച്ചപ്പും. അങ്ങനെ പോയി ഞങ്ങളൊരു സ്ഥലത്ത് വണ്ടി നിർത്തി. ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ കഴിച്ചിട്ട് ഇറങ്ങിയത്. പക്ഷേ ഏതിനെ ഫുഡ് കൊടുക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ സ്ഥലത്ത് വണ്ടി നിർത്തി. ഒരു ക്യാമ്പിംഗ് ഏരിയ ആയിരുന്നു, ഒരു ക്ലിഫ് സൈഡിലൊക്കെ ആയിട്ട്. അങ്ങനെ അവിടെ വണ്ടി നിർത്തി ഏതിന് വേണ്ട ഫുഡിൻ്റെ പ്രിപ്പറേഷൻസൊക്കെ സ്റ്റാർട്ട് ചെയ്ത്. അപ്പോൾ അതിനോട് ചേർന്ന് തന്നെ ഒരു ലേക്കും ഒരു വ്യൂ പോയിൻ്റൊക്കെ ആയിട്ട് നല്ലൊരു അടിപൊളി സ്ഥലമാണ്. വേറെയും ഒരുപാട് വണ്ടികളൊക്കെ അവിടെ വന്നിട്ടുണ്ട്, ക്യാമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം ഞങ്ങളും ഏകദേശം ഒരു 10 മണിയൊക്കെ ആറായപ്പോഴേക്കും അവിടെ എത്തി. അങ്ങനെ ഞങ്ങൾ സ്ഥലവും കാര്യങ്ങളൊക്കെ ഒന്ന് എൻജോയ് ചെയ്യായിരുന്നു. അങ്ങനെ ഏതിന് ഫുഡ് കൊടുക്കേണ്ട കാര്യങ്ങളിലേക്ക് വേണ്ടിയിട്ട് ഏതിന് പുറത്തിറങ്ങി. ഏതൻ പിന്നെ ഒരു സെക്കൻഡ് ഒരു സ്ഥലത്ത് നിന്നിട്ടില്ല. അതുകൊണ്ട് പണി പാളിയെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. അവനെ കാറിലിരുത്തി വല്ല മൊബൈലിൽ വല്ല കാർട്ടൂൺ കാണിച്ചു കൊടുത്ത് ഫുഡ് കൊടുത്താൽ മതിയായിരുന്നു. എന്ത് ചെയ്യാം, പുള്ളി ഒരു വക കഴിക്കുന്നുണ്ടായില്ല. പുള്ളി ഇങ്ങനെ നേച്ചറൊക്കെ എക്സ്പ്ലോർ ചെയ്ത് ഇങ്ങനെ നടക്കട്ടോയും പിടിച്ച്. ഡൽമേനെ പുതിയ ആയതായിട്ട് പുറത്തേക്ക് ഇറങ്ങി ഏതിനെ അട്രാക്റ്റ് ചെയ്യാൻ. അത്ര വലിയ അട്രാക്ഷനൊന്നും പുള്ളിക്ക് ഉണ്ടായില്ല. കുറച്ച് സ്പൂണൊക്കെ ആൾ കഴിച്ച് പിന്നെ പയ്യെ ആൾ ഓട്ടം തുടങ്ങി. ലാസ്റ്റ് ഞങ്ങൾ ഗിവ് അപ്പ് ചെയ്യേണ്ട അവസ്ഥയായി. പിന്നെ ഓട്ടം തന്നെ ഓട്ടം. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരമൊക്കെ അവിടെ സ്പെൻഡ് ചെയ്ത് സറൗണ്ടിങ് ഒക്കെ ഒന്ന് കണ്ട്. ഞങ്ങളിവിടെ മുമ്പ് വന്നിട്ടുണ്ട്, ഞാനും ഡൽമയും. മുമ്പ് എൻ്റെ പേരൻസ് ഇവിടെ ഉണ്ടായപ്പോൾ ഞാൻ വന്നിട്ടുണ്ട്. ഇവരാദ്യമായിട്ട് വരുന്നത്. അങ്ങനെ ഞങ്ങൾ വീണ്ടും യാത്ര തിരിച്ചു. അങ്ങനെ കുറച്ച് ദൂരം പോയി കഴിഞ്ഞപ്പോൾ അവിടെ ഒരു സ്ഥലത്ത് ഹോൾട്ട് ചെയ്തു, ഒന്ന് ടോയ്ലറ്റൊക്കെ ഒന്ന് യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാനവിടെ ഒരു ന്യൂസിലാൻഡ് ആർമി മ്യൂസിയം ശ്രദ്ധയപ്പെട്ടു. അപ്പോൾ അവിടെ കയറാനൊന്നും സമയം ഉണ്ടായില്ല. ജസ്റ്റ് അതിൻ്റെ ഒരു പുറം ഭാഗമൊക്കെ ഒന്ന് വീഡിയോ എടുത്ത് ഞങ്ങളങ്ങനെ അവിടെ ഒരു പബ്ലിക് ടോയ്ലറ്റ് ഉണ്ടായിരുന്നു, അതൊക്കെ യൂസ് ചെയ്ത് ഒരു കട്ടനൊക്കെ അടിച്ച് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് അവിടെ ഒരു ചെറിയ റെസ്റ്റോറൻറ്റ് കണ്ടത്. ടേക്ക് അവേസ് മാത്രമേ ഉള്ളൂ. എനിക്ക് ഡൽമയ്ക്കും പിന്നെ വിശപ്പിൻ്റെ അസുഖമുള്ളതുകൊണ്ട് ഞങ്ങളവിടെ കയറാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചെന്ന് നോക്കിയപ്പോൾ ഡൽമയ്ക്ക് എന്ത് സെലക്ട് ചെയ്യണം എന്നുള്ള കൺഫ്യൂഷനായിരുന്നു. അവിടെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്, എല്ലാം ഓരോ പിടിച്ചാലോ എന്നുള്ളതാണ് പുള്ളിക്കാരുടെ ഒരു മൈൻഡ്. ലാസ്റ്റ് ഞാൻ പറഞ്ഞു ഏതെങ്കിലും 2 ഐറ്റം എടുക്കുക, കാരണം ഞങ്ങൾ ഓൾറെഡി ഫുഡ് കരുതിയിട്ടുണ്ടായിരുന്നു, വീട്ടിൽ നിന്ന് പ്രിപ്പയർ ചെയ്ത് കരുതിയിട്ടുണ്ടായിരുന്നു. സോ ഏതെങ്കിലും 1-2 ഐറ്റം എടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ചിക്കൻ കബാബും പിന്നെ ഞങ്ങൾ കുറച്ച് ഫ്രഞ്ച് ഫ്രൈസ്
ചൂട് ഫ്രഞ്ച് ഫ്രൈസും വാങ്ങി. അങ്ങനെ ഡൽവ ഹാപ്പിയായി. ആൾക്ക് എന്തെങ്കിലും ഔട്ട്സൈഡ് ഫുഡ് ഏത് ട്രിപ്പിനായാലും നിർബന്ധം. അങ്ങനെ ഞങ്ങൾ ചൂട് സാധനം കുറച്ച് കഴിച്ച് ദോഷം പറയരുത്, നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. യാത്ര ആരംഭിച്ചു. അങ്ങനെ ഞങ്ങൾ ഏകദേശം ഡെസേർട്ട് റോഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. അവിടെ നിന്ന് ആരംഭിച്ച് അപ്പോൾ ആ റോഡിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ അധികം പച്ചപ്പും കാര്യങ്ങളൊക്കെ ഇല്ല. ഒരു ഡ്രൈ ഏരിയ ആണ്, ഡ്രൈ ലാൻഡാണ്. പുല്ലൊക്കെ ഇങ്ങനെ ഉണങ്ങി ഒരു പ്രത്യേക രീതിയിലുള്ളൊരു ലാൻഡ്സ്കേപ്പും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഞങ്ങൾ ഓൺ ദ വേയിൽ അങ്ങനെ ആ ഭാഗമൊക്കെ എൻജോയ് ചെയ്ത് അങ്ങനെ പോയി കുറച്ച് ദൂരത്തിയപ്പോൾ ഞങ്ങൾ വീണ്ടും വണ്ടി നിർത്തി. അപ്പോൾ ടോപ്പോ എന്ന് പറഞ്ഞ സ്ഥലം കൂടിയാണ് റൊട്ടറു എത്തുന്നത്. ടോപ്പോ എത്തിയപ്പോൾ ഞങ്ങൾ ടോപ്പ് എത്താനായിട്ട് കുറച്ച് ദൂരം കൂടി ഉണ്ടായുള്ളൂ. അപ്പോൾ അവിടെ ഒരു റെസ്റ്റിംഗ് പ്ലേസ് ഉണ്ടായപ്പോൾ ഞങ്ങളവിടെ വണ്ടി നിർത്തി. എനിക്ക് വണ്ടി ഓടിച്ച് കുറച്ച് ബോഡിയൊക്കെ ഒന്ന് സ്ട്രെച്ച് ചെയ്യാൻ വിചാരിച്ചപ്പോൾ വണ്ടി നിർത്തി ഒരു ലെഗ് സൈഡ്. അങ്ങനെ വീണ്ടും ഏതിൽ പുറത്ത് ചാടി. പിന്നെ ആൾ ഏതോ കിളിയുടെ എന്തിൻ്റെയൊക്കെ പുറകെ കിടന്ന് ഇങ്ങനെ ഓട്ടം. ലാസ്റ്റ് ഞങ്ങളവനെ വെള്ളത്തിൻ്റെ അവിടെയൊക്കെ ഒന്ന് കൊണ്ടുപോയി വണ്ടിയിലേക്ക് തിരിച്ച് നൈസായിട്ട് ഞങ്ങളുടെ അടുത്തോട്ട് വന്നു. അല്ലെങ്കിൽ പുള്ളി വരില്ല, പുള്ളിയുടെ പാട്ടിന് പോകും. പിന്നെ ഞങ്ങൾ പിന്നാലെ ഓടേണ്ടി വരും. അങ്ങനെ നൈസായിട്ട് ചോക്ലേറ്റൊക്കെ തരാമെന്ന് പറഞ്ഞാൽ പോക്കി എടുത്തുകൊണ്ട് കൊണ്ടുവന്നു. അങ്ങനെ ഞങ്ങൾ വീണ്ടും യാത്ര സ്റ്റാർട്ട് ചെയ്തു. ടോപ്പോ സിറ്റി ഏകദേശം എത്തി. ടോപ്പോ ലേക്കിൻ്റെ ഒരു വ്യൂ ആണത്, വലിയ ലേക്കാണ്. ഞങ്ങൾ ഓൾറെഡി ഒരു ലേക്കിൽ ഒരു ക്രൂയിസ് ഡ്രൈവ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അത് നെക്സ്റ്റ് ഡേ ആണ്. അങ്ങനെ ഞങ്ങൾ റൊട്ടറുവയ്ക്ക് തിരിച്ചു വണ്ടി. അവിടെ എത്തിയപ്പോൾ അവിടെ ഒരു ഫേമസ് ഒരു പാർക്കുണ്ട്, സെൻറ്റിനിയൽ പാർക്ക് എന്ന് പറഞ്ഞിട്ട്. അവിടെ ഒന്നിറങ്ങി. ഞങ്ങൾ പ്രതീക്ഷ പോലെയല്ല, അവിടെ മഴ പ്രഡിക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. മഴയുടെ ഒരു അന്തരീക്ഷമായിരുന്നു, കുറച്ച് ക്ലൗഡി ആയിരുന്നു. എന്നാലും കുഴപ്പമില്ല, ഞാനും ഡൽമയും പാർക്കിലൊക്കെ ഇറങ്ങി നോക്കിയപ്പോൾ അവിടെ കുറേയൊക്കെ മരങ്ങളുടെ ഇലകളൊക്കെ പൊഴിഞ്ഞ് വീണ് തുടങ്ങിയായിരുന്നു. കാരണം വിൻ്റർ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഒക്കെ പൊഴിഞ്ഞ് തുടങ്ങിയായിരുന്നു. എന്നാലും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വ്യൂ ആയിരുന്നു അവിടെ. അടിപൊളി പാർക്കായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരമൊക്കെ അവിടെ കറങ്ങി നടന്ന് അതിൻ്റെ ബ്യൂട്ടിയൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് പയ്യെ. പക്ഷെ അപ്പനമ്മയ്ക്കും ഇറങ്ങാനായിട്ട് മടിയായിരുന്നു, കാരണം ചെറിയ മഴയുണ്ടായിരുന്നു. അതിനിടയിൽ ഉറങ്ങി. അപ്പോൾ അവരവിടെ കാറി തന്നെ ഇരുന്നു. ഞങ്ങളങ്ങനെ അവിടെ വന്ന് കുറച്ച് റൗണ്ടൊക്കെ അടിച്ച് പിന്നെ മഴ കൂടും എന്നുള്ളൊരു അന്തരീക്ഷം ആയി തുടങ്ങിയപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, പയ്യെ അവിടെ നിന്ന് സ്കൂട്ടാവാൻ വിചാരിച്ചു. അങ്ങനെ കുറച്ച് നേരമൊക്കെ അവിടെ ചുറ്റിത്തിരിഞ്ഞ് ഒരു 10-15 മിനിറ്റൊക്കെ. പിന്നെ ഞങ്ങൾ തിരിച്ച് വണ്ടിയിൽ കയറാനായിട്ട് ഞാൻ പറഞ്ഞിട്ടല്ല നമുക്ക് പോകാമെന്ന് പറഞ്ഞു. അതിനിടയിൽ മഴ പയ്യെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു ഉഗ്രം മഴവില്ലിൻ്റെ ഒരു വീഡിയോ കിട്ടി അവിടെ. അടിപൊളിയായിരുന്നു. ലാസ്റ്റ് ഞങ്ങൾ അവിടെ നിന്ന് ടാറ്റ പറഞ്ഞ് തിരിച്ച് വണ്ടി എടുത്തു. ഞങ്ങളങ്ങനെ ഞങ്ങളുടെ ബുക്ക് ചെയ്ത മോട്ടലിൻ്റെ അവിടേക്ക് എത്തി. അവിടെ എത്തി. മുറിയൊക്കെ അടിപൊളി മുറികളായിരുന്നു. അത്യാവശ്യം നല്ല സൗകര്യമുണ്ട്, കുക്ക് ചെയ്യാനും എല്ലാത്തിനുള്ള സൗകര്യമുണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ ചെക്ക് ഇൻ ചെയ്ത് പിന്നെ ഈവനിങ് 1-2 സ്ഥലങ്ങൾ കറങ്ങാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അടിപൊളി വീഡിയോസ് നിങ്ങൾ അടുത്ത പാർട്ടിൽ ഞാൻ ഇടുന്നതാണ്. ഓക്കെ.